അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ത്വലാഖിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മസ്അല നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഒരാൾ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് നിൻ്റെ ഉമ്മയോട് ചെന്നിട്ട് അന്തി ത്വാലിഖുൻ എന്ന് പറയൂ എന്ന് പറഞ്ഞാലുള്ള രണ്ട് സാധ്യതകൾ നമ്മളവിടെ പറഞ്ഞിരുന്നു. ഒന്നുകിൽ നമുക്കതിനെ തൗക്കീൽ എന്നുള്ള രീതിയിൽ കാണാവുന്നതാണ്, അല്ല എങ്കിൽ ഇഖ്ബാർ എന്നുള്ള രീതിയിലും വെക്കാവുന്നതാണ് എന്നൊക്കെ. ഏതായാലും തൗക്കീൽ ആകുമ്പോൾ, അതായത് ഉപ്പ ചൊല്ലേണ്ട ത്വലാഖ് ചൊല്ലാനായിട്ട് ഉപ്പ തൻ്റെ മകനെ ഏൽപ്പിച്ചതാണ്, വക്കാലത്ത് ഏൽപ്പിച്ചതാണ് എന്ന് വെക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആ മകൻ ചെന്നിട്ട് ഉമ്മയോട് അന്തി ത്വാലിഖുൻ എന്ന് പറയുന്നതോട് കൂടെയേ അവിടെ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ എന്ന്. ഓക്കെ, ഏതായാലും ത്വലാഖിൻ്റെ വിഷയത്തിൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വിശദ വിവരമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. കിതാബിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, വയഖഉ ത്വലാഖുൽ വക്കീലി ഫി ത്വലാഖി. ത്വലാഖിൻ്റെ വിഷയത്തിൽ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരാളുടെ ത്വലാഖ് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, സെയ്ദ് അംറിനോട് പറയാണ്, ത്വല്ലിഖ് സൗജത്തി, എൻ്റെ ഭാര്യയെ നീ ത്വലാഖ് ചൊല്ലിക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ അംർ ചെന്നിട്ട് സെയ്ദിൻ്റെ ഭാര്യയോട് ത്വല്ലഖ്തുകി എന്ന് പറയുന്നതോടു കൂടെ തന്നെ അവിടെ ത്വലാഖ് സംഭവിക്കുമെന്നർത്ഥം. ഓക്കെ, അതാണ് ബി ത്വല്ലഖ്തു ഫുലാനത്ത വനഹ്വിഹി. ത്വല്ലഖ്തു ഫുലാനത്ത, അല്ലെങ്കിൽ അത് പോലോത്ത പദങ്ങളെ കൊണ്ടെല്ലാം ഈ വക്കാലത്ത് കൊണ്ടുള്ള ത്വലാഖ് സംഭവിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അത് സംഭവിക്കുന്നതാണ്. വ ഇല്ലം യൻവി ഇൻദ ത്വലാഖി, ത്വലാഖ് ചൊല്ലുന്ന അവസരത്തിൽ നമ്മുടെ ഉദാഹരണത്തിലെ അംർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും, വക്കീൽ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും, അന്നഹു മുത്വല്ലിഖുൻ ലിമുവക്കിലിഹി, തന്നെ ഈ വക്കാലത്ത് ഏൽപ്പിച്ചവന് വേണ്ടിയിട്ടാണ് ഞാൻ ത്വലാഖ് ചൊല്ലുന്നത് എന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ശരി, അംർ ചെന്നിട്ട് സെയ്ദിൻ്റെ ഭാര്യയോട് ത്വല്ലഖ്തുകി എന്ന് പറയുന്നതോടു കൂടെ അവിടെ ത്വലാഖ് സംഭവിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി വക്കാലത്തിൻ്റെ അല്പം ചില സീഗകളാണ് പറയുന്നത്. വലൗ ഖാല ലി ആഖറ, ഇനി ഒരാൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ, അഅ്തൈതു ഔ ജഅൽതു ബിയദിക ത്വലാഖ സൗജത്തി, എൻ്റെ ഭാര്യയുടെ ത്വലാഖിനെ ഞാൻ നിൻ്റെ കയ്യിൽ ആക്കി തന്നു അല്ലെങ്കിൽ വെച്ചു തന്നുവെന്ന് പറയുകയാണെങ്കിൽ, ഔ ഖാല ലഹു, ഇനി ഒരാൾ മറ്റൊരാളോട് പറയുന്നത്, റുഹ് ബി ത്വലാഖിഹ വ അഅ്തിഹ, നീ അവളുടെ ത്വലാഖ് കൊണ്ടുപോയി അവൾക്ക് കൊടുക്ക് എന്നാണ് പറയുന്നത് എന്നാലും ഫഹുവ തൗക്കീലുൻ, ഇങ്ങനെ പറയുന്നതെല്ലാം തൗക്കീലായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് ഇയാൾ മറ്റേയാളെ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് വക്കാലത്ത് ഏൽപ്പിച്ചതാണ് എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ട് തന്നെ യഖഉ ത്വലാഖു, അവിടെ ത്വലാഖ് സംഭവിക്കുന്നതാണ് ബി തത്ലീഖിൽ വക്കീലി, വക്കീൽ തത്ലീഖ് ചൊല്ലുന്നതോടുകൂടെ, അതായത് വക്കീൽ ചെന്നിട്ട് തൻ്റെ മുവക്കിലിൻ്റെ ഭാര്യയോട് ത്വല്ലഖ്തുകി എന്ന് പറയുന്നതോട് കൂടെ അവിടെ ത്വലാഖ് സംഭവിക്കുന്നതാണ്. എങ്ങനെ സംഭവിക്കൂല? ലാ ബി ഖൗലി സൗജി ഹാദൽ ലഫ്ള, ആ ഭർത്താവ് ഈ ഒരു പദം പറയുന്നത് കൊണ്ട് അവിടെ ത്വലാഖ് സംഭവിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ, സെയ്ദ് അംറിനോട് അഅ്തൈതു ബിയദിക ത്വലാഖ സൗജത്തി എന്ന് പറയുന്നതോട് കൂടെ അവിടെ ത്വലാഖ് സംഭവിക്കുകയില്ല. മറിച്ച് പിന്നീട് അംർ ചെന്നിട്ട് സെയ്ദിൻ്റെ ഭാര്യയോട് ത്വല്ലഖ്തുകി എന്ന് പറഞ്ഞാലേ അവിടെ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ബൽ, മറിച്ച് തഹ്സുലുൽ ഫുർഖത്തു, അവിടെ ഫുർഖത്ത് കരസ്ഥമാകുന്നത് മിൻ ഹൈനി ഖൗലിൽ വക്കീല്, ആ വക്കീൽ പറയുന്ന സമയം മുതലാണ്, ഇവിടുത്തെ അംർ പറയുന്ന സമയം മുതലാണ്. മതാഷ, അവൻ ഉദ്ദേശിക്കുമ്പോൾ പറയാവുന്നതാണത്. അവൻ ഏൽപ്പിച്ച അപ്പോൾ തന്നെ പറയണമെന്നില്ല. ഈ വക്കീലിന് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ പറയാവുന്നതാണ്. എന്ത്? ത്വല്ലഖ്തു ഫുലാനത്ത, ത്വല്ലഖ്തു ഫുലാനത്ത എന്ന് അവന് തോന്നുമ്പോൾ പറയുന്ന അവസരത്തോടു കൂടെയേ അവിടെ ത്വലാഖ് സംഭവിക്കുന്നുള്ളൂ. ലാ ബി ഇഅ്ലാമിഹൽ ഖബറ, ആ ഭാര്യയോട് ആ വാർത്ത അറിയിക്കുന്നത് കൊണ്ട് എന്ത് പോവുകയില്ല? ത്വലാഖ് പോവുകയില്ല. ബി അന്ന ഫുലാനൻ അർസല ബിയദി ത്വലാഖക്കി, നിൻ്റെ ത്വലാഖുമായിട്ട് നിൻ്റെ ഭർത്താവ് എന്നെ അയച്ചിട്ടുണ്ട് എന്നോ, വലാ ബി ഇഅ്ലാമിഹ അന്ന സൗജക്കി ത്വല്ലഖ, നിൻ്റെ ഭർത്താവ് നിന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വക്കീൽ ആ ഭാര്യയെ അറിയിക്കുന്നതോട് ഒന്നും എന്താവുകയില്ല, അവിടെ ത്വലാഖ് സംഭവിക്കുന്നതല്ല. മറിച്ച് ആ വക്കീൽ തന്നെ ത്വല്ലഖ്തുകി അല്ലെങ്കിൽ ത്വല്ലഖ്തു ഫുലാനത എന്നുള്ള പദം ഉരുവിടുന്നതോട് കൂടെയേ അവിടെ ത്വലാഖ് സംഭവിക്കുന്നുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി ഒരാൾ വക്കാലത്ത് ഏൽപ്പിക്കുന്ന സമയത്ത് ഇന്നാലിന്ന ദിവസമേ ത്വലാഖ് ചൊല്ലാവൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, വ ഇദാ ഖാല ലഹു, ഇനി ആ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ലാ തുഅ്തിഹി ഇല്ലാ ഫി യൗമി കദാ, നീ കൊണ്ടുപോകുന്ന ത്വലാഖ് ഇന്നാലിന്ന ദിവസമല്ലാതെ
നൽകരുത് എന്ന് പറയുകയാണെങ്കിൽ ഫയുത്വല്ലിഖു ഫിൽ യൗമില്ലദി അയ്യനഹു, അപ്പോൾ ആ മുവക്കിൽ ഏൽപ്പിച്ചു കൊടുത്ത അതേ ദിവസം മാത്രമേ ആര് ത്വലാഖ് ചൊല്ലാവൂ, ആ വക്കീൽ ത്വലാഖ് ചൊല്ലാവൂ. ഔ ബഅദഹു, അല്ലെങ്കിൽ അതിൻ്റെ ശേഷം മാത്രമേ ചൊല്ലാവൂ. എന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയെ നീ ത്വലാഖ് ചൊല്ലാവൂ എന്നാണ് പറഞ്ഞത് എങ്കിൽ ആ വെള്ളിയാഴ്ചയോ അതിന് ശേഷമോ ആയിട്ടായിരിക്കണം ഈ വക്കീൽ ത്വലാഖ് ചൊല്ലേണ്ടത്. ലാ ഖബ്ലഹു, അതിന് മുമ്പ് ചൊല്ലാൻ പാടില്ല. ഇനി ചൊല്ലിയാൽ തന്നെ അത് സംഭവിക്കുകയുമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഒരാൾ വെള്ളിയാഴ്ച നീ ത്വലാഖ് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമേ ചൊല്ലാവൂ എന്നുദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ സുമ്മ ഇൻ ഖസദ തഖീദ ബിയൗമിൻ, ഒരൊറ്റ ദിവസം കൊണ്ട് ഖൈദിനെ ആ മുവക്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് വെള്ളിയാഴ്ച മാത്രമേ ചൊല്ലാവൂ, അതിന് മുമ്പോ ശേഷമോ ഒന്നും ചൊല്ലാൻ പാടില്ല എന്നാണ് ആ ഭർത്താവ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ത്വല്ലഖ ഫീഹി, അപ്പോൾ ആ ദിവസം മാത്രമേ ത്വലാഖ് ചൊല്ലാവൂ. ലാ ബഅദഹു, അതിന് ശേഷവും ചൊല്ലാൻ പാടില്ല. അങ്ങനെ ചൊല്ലിയാൽ അത് ത്വലാഖാവുക യില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് തഫ്വീലു ത്വലാഖിനെ സംബന്ധിച്ചാണ്. അതായത് ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യയെ തന്നെ ഏൽപ്പിക്കുന്നുവെന്നർത്ഥം. ഓക്കെ, അതാണ് അടുത്തത് പറയുന്നത്. വലു ഖാലലഹ, ഇനി ഭർത്താവ് ഭാര്യയോട് പറയാണ് ഐ സൗജത്തിൽ മുക്കല്ലഫത്തി, മുക്കല്ലഫത്തായിട്ടുള്ള ഭാര്യയോട് എന്നതല്ലാതെ സ്വഗീറത്തായിട്ടുള്ള ആഖിലോ ബാലിഗത്തോ ഒന്നും ആകാത്ത ഒരു ഭാര്യയോട് പറഞ്ഞാൽ അത് പരിഗണിക്കപ്പെടുന്നതല്ല. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഇനി വരുന്നുണ്ട്. ഏതായാലും മുക്കല്ലഫത്തായിട്ടുള്ള ആഖിലത്തും ബാലിഗത്തും ായിട്ടുള്ള ഒരു ഭാര്യയോട് ഭർത്താവ് പറയുകയാണെങ്കിൽ മുനജ്ജസൻ, അത് തന്നെ അപ്പോൾ തന്നെ നടത്തണം എന്നുള്ള ഒരു അവസ്ഥയിൽ. ഓക്കെ, നജ്ജസ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കി എന്നാണ് അർത്ഥം. മുഅല്ലഖൻ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് മുനജ്ജസൻ എന്ന് പറയുന്നത്. അതായത് മറ്റൊരു കാര്യം ഉണ്ടായാൽ നീ നിന്നെ ത്വലാഖ് ചൊല്ലിക്കോ എന്നല്ല, മറിച്ച് ഇപ്പോൾ നീ എന്ത് ചൊല്ലിക്കോ, ത്വലാഖ് ചൊല്ലിക്കോ എന്നുള്ള അർത്ഥത്തിൽ, അതായത് നടപ്പിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഭർത്താവ് ഭാര്യയോട് പറയുന്നത്. എന്ത്, ത്വല്ലിഖി നഫ്സകി ഇൻ ശിഇതി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിനക്ക് വേണമെങ്കിൽ നീ നിന്നെ അങ്ങ് ത്വലാഖ് ചൊല്ലിയേക്ക് എന്ന് പറഞ്ഞാൽ ഫഹുവ തംലീഖുൽ ലിത്വലാഖി, അത് ത്വലാഖിനുള്ള തംലീഖാണ്. ലാ തൗക്കീലും ബിദാലിക, ത്വലാഖ് കൊണ്ടുള്ള തൗക്കീൽ അല്ല എന്നർത്ഥം. അതായത് ത്വലാഖ് ചൊല്ലാനുള്ള അവകാശം ഈ ഭർത്താവ് ഭാര്യയെ ഉടമപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്നതല്ലാതെ താൻ ചൊല്ലേണ്ടുന്ന ത്വലാഖ് ആ ഭാര്യ ചൊല്ലിക്കോട്ടെ എന്ന് വക്കാലത്ത് ഏൽപ്പിക്കുന്നതല്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇവിടെ തംലീഖും തൗക്കീലും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അതായത് തൗക്കീലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മതാ ഷാ എന്നല്ലേ, അതായത് വക്കീൽ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അപ്പോഴെല്ലാം അവന് ത്വലാഖ് ചൊല്ലാവുന്നതാണ്, അപ്പോഴെല്ലാം അത് സ്വീകാര്യവുമാണ്. എന്നാൽ തംലീഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് മുനജ്ജസായിരിക്കണം. അതായത് അത് ഏൽപ്പിക്കുന്നതോടുകൂടെ അപ്പോൾ തന്നെ അവൾ ത്വലാഖ് ചൊല്ലിയാലേ ആ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഒരാൾ തൻ്റെ ഭാര്യയെ ത്വലാഖ് തഫ്വീള് ചെയ്യുകയാണ് എങ്കിൽ അതിന് തംലീഖിൻ്റെ ഹുക്മാണ് വരുന്നത്. അതായത് ഫൗറൻ നിലക്കു തന്നെ അവൾ ആ ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഒരു ഫിഖ്ഹി പണ്ഡിതന്മാർക്കിടയിൽ തഫ്വീളിൻ്റെ സീഗ തമ്മിൽ നടന്നിട്ടുള്ള ഒരു ചെറിയ ബഹ്സാണ് പറയുന്നത്. വബുഹിസ, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫിഖ്ഹി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അന്ന മിൻഹു, തീർച്ചയായിട്ടും തഫ്വീളിൻ്റെ സീഗയിൽപ്പെട്ടതാണ് ഖൗലഹു, ഒരു ഭർത്താവിൻ്റെ ഖൗല്. എന്ത്, ത്വല്ലിഖീനി, നീ എന്നെ ത്വലാഖ് ചൊല്ലുവെന്ന് ഭർത്താവ് ഭാര്യയോട് പറയാണ്. ഫഖാലത്ത് അൻത ത്വാലിഖുൻ സലാസൻ, അപ്പോൾ ആ ഭാര്യയാണ് പറയുന്നത് എന്ത്, അൻത ത്വാലിഖുൻ സലാസൻ എന്ന്. സത്യത്തിൽ ഇത് പറയേണ്ടത് ഭർത്താവാണ്, ഭർത്താവിനാണ് ത്വലാഖ് ചൊല്ലാനുള്ള അവകാശമുള്ളത്. എന്നാൽ ഭർത്താവ് ഭാര്യയോട് ത്വല്ലിഖീനി എന്നാണ് പറയുന്നത്, അപ്പോൾ ഭാര്യ അൻത ത്വാലിഖുൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പദത്തെ ചില പണ്ഡിതന്മാരെല്ലാം തഫ്വീളിൻ്റെ സീഗയാണ്, അതായത് ത്വലാഖിന് തംലീഖ് കൊടുക്കുന്ന അതേ ഹുക്മ തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലാകിന്നഹു കിനായത്തുൻ, പക്ഷേ ഇത്തരത്തിലുള്ള പദങ്ങൾ നമ്മൾ ത്വലാഖിൻ്റെ കിനായത്തായിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ത്വല്ലിഖീനി എന്ന് ഈ ഭർത്താവ് പറയുന്നത് കൊണ്ട് ഫഇന്നവ തഫ്വീള ഇലൈഹ, അവളിലേക്ക് ആ ഒരു ത്വലാഖിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആ തഫ്വീളിനെ തന്നെ ആ ഭർത്താവ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ത്വലുഖത്ത്, അവൾ ത്വലാഖ് ചൊല്ലുന്നതോടുകൂടെ അന്ത ത്വലിഖുൻ സലാസൻ എന്ന് പറയുന്നതോടുകൂടെ തന്നെ അവിടെ ത്വലാഖ് സംഭവിക്കുന്നതാണ്. വ ഇല്ല, ഇനി അവൻ അതുകൊണ്ട് തഫ്വീളിനെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എങ്കിലോ ഫല, അപ്പോൾ അവൾ അവിടെ ത്വലിഖായി പോകുന്നുമില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും കിനായത്തിൻ്റെ അതേ ഹുക്മ തന്നെയാണ്. നിയ്യത്ത് ഉണ്ടെങ്കിൽ സംഭവിക്കും, ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ല
എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹുക്മിൽ തന്നെ വലോ ഖാലലഹ ഐ സൗജത്തിൽ മുകല്ലഫത്തി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് ആഖിലത്തും ബാലിഗത്തുമായിട്ടുള്ള സ്ത്രീയുടെ ത്വല്ലിഖി നഫ്സക്കി എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇനി അതിനെക്കുറിച്ചാണ് വഖറജ ബി തഖ്യീദി ബിൽ മുകല്ലഫത്തി എന്നുള്ള എൻ്റെ ഖൈദ് വെക്കൽ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു നിബന്ധന വെച്ചതുകൊണ്ട് പുറത്തുപോയി. ഗൈറുഹ മുകല്ലഫത്ത് അല്ലാത്ത ആഖിലത്തും ബാലിഗത്തും അല്ലാത്ത സ്ത്രീ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അവളോടാണ് ത്വല്ലിഖി നഫ്സക്കി എന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ത്വലാഖ് ചൊല്ലിയാൽ അതവിടെ സംഭവിക്കുന്നതല്ല. അതിനെ നമുക്ക് തംലീഖ് എന്ന് പറയാൻ സാധ്യമല്ല. ലി ഫസാദി ഇബാറത്ത്, കാരണം മുകല്ലഫത്ത് അല്ലാത്ത സ്ത്രീയുടെ ഇബാറത്ത് തന്നെ ഫാസിദാണ്, അത് നമ്മൾ പരിഗണിക്കുന്നതല്ല എന്നർത്ഥം. ഒരു ആഖിലും ബാലിഗുമായ ഒരാളുടെ ഇബാറത്ത് മാത്രമേ ഇസ്ലാം പരിഗണിക്കുന്നുള്ളൂ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും. ഓക്കെ, പിന്നെ നമ്മൾ മുനജ്ജസൻ എന്നുകൂടെ പറഞ്ഞിരുന്നു അല്ലേ, അതായത് മുഅല്ലഖ് ആകാൻ പാടില്ല എന്നുകൂടെ പറഞ്ഞിരുന്നു. അതാണ് അടുത്തത് വബി മുനജ്ജസിൻ. മുനജ്ജസ് എന്നുള്ള എൻ്റെ തഖ്യീദ് കൊണ്ട് പുറത്തുപോയി അൽ മുഅല്ലഖായിട്ടുള്ള ഇത്തരത്തിലുള്ള തഫ്വീലുകൾ. ഓക്കെ, മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ ഫലു ഖാല, ഇനി ഭർത്താവ് പറയുന്നത് എന്താണ്? ഇദാ ജാഅ റമളാനു ഫതല്ലിഖി നഫ്സകി, റമളാൻ മാസം വരികയാണെങ്കിൽ നീ നിന്നെ ത്വലാഖ് ചൊല്ലിക്കോളൂ എന്നാണ് പറയുന്നത് എങ്കിൽ ഇത് മുനജ്ജസ് അല്ല, മറിച്ച് മുഅല്ലഖാണ്. കാരണം റമളാൻ വന്നാൽ നീ ത്വലാഖ് ചൊല്ലിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തംലീഖ് എന്ന് പറയാവതല്ല, മറിച്ച് ലഗ, ആ ഖൗല് തന്നെ ഇവിടെ ലഗവായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി റമളാനായിട്ട് അവൾ ത്വലാഖ് ചൊല്ലിയാലും അതിനെ നമ്മൾ പരിഗണിക്കുകയില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും നമ്മളുടെ പ്രബല വീക്ഷണപ്രകാരം നമ്മൾ പറഞ്ഞിരുന്നു തഫ്വീലിനെ ത്വല്ലിഖി നഫ്സകി ഇൻ ശിഇതി എന്നൊക്കെ ഭർത്താവ് ഭാര്യയോട് പറയുകയാണെങ്കിൽ അതിനെ തംലീഖായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്ന് അല്ലേ. അപ്പോൾ ഈ പ്രബലമായിട്ടുള്ള വീക്ഷണപ്രകാരം വഇദാ ഖുൽനാ ഇന്നഹു തംലീഖുൻ, ഇങ്ങനെ പറയുന്നത് തഫ്വീൽ നടത്തുന്നത് തംലീഖാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഫയുഷ്തറത്തുൽ വഖൂഇ ത്വലാഖിൽ മുഫവ്വള ഇലൈഹ, അപ്പോൾ ആ സ്ത്രീയിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ത്വലാഖ് സംഭവിക്കാൻ നിബന്ധനയാണ്. അതായത് ത്വല്ലിഖി നഫ്സകി ഇൻ ശിഇതി എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുകയാണെങ്കിൽ ആ ഒരു ത്വലാഖ് സംഭവിക്കാൻ ഷർത്താണ് എന്ത്? തത്വലീഖുഹാ, അവളെ ത്വലാഖ് ചൊല്ലൽ. വലൂബി കിനായത്തിന്, അത് കിനായത്തായിട്ടുള്ള പദം കൊണ്ടായാലും വേണ്ടില്ല. ഏതായാലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ തൗഫീൽ നടത്തുകയാണ് എങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലണം ഫൗറൻ, പെട്ടെന്ന് തന്നെ ത്വലാഖ് ചൊല്ലണമെന്നർത്ഥം. ഓക്കെ, എന്നാലേ അവിടുത്തെ ആ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്താ? ബി അല്ലാ യതഖല്ലല ഫാസിലുൻ ബൈന തഫ്വീലിഹി വ ഈഖാഇഹ. ഓക്കെ, അവൻ ആ തഫ്വീൽ നടത്തുന്നതിൻ്റെയും, അതായത് ത്വല്ലിഖി നഫ്സകി ഇൻ ശിഇതി എന്ന് പറയുന്നതിൻ്റെയും വ ഈഖാഇഹ, അവൾ ആ ത്വലാഖിനെ സംഭവിപ്പിക്കുന്നതിൻ്റെയും, അതായത് ത്വല്ലഖ്തു എന്ന് പറയുന്നതിൻ്റെയും ഇടയിൽ ഒരു ഫാസിലും അവിടെ വരാൻ പാടില്ല. രണ്ടും ഫൗറൻ നിലയ്ക്ക് തന്നെ സംഭവിക്കണമെന്നർത്ഥം. ഓക്കെ, ഇനി ഒരു ചെറിയ ഫാസിലാണെങ്കിൽ കുഴപ്പമില്ല, ഈ ത്വലാഖുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ചെറിയ ഫാസിലാണെങ്കിൽ കുഴപ്പമില്ല. ഏതുപോലെ നാം, പക്ഷേ ലൗ ഖാല ലഹ ത്വല്ലിഖി നഫ്സകി, ഒരാൾ ത്വലാഖ് എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. ത്വല്ലിഖി നഫ്സകി, ഇനി നിൻ്റെ നഫ്സിനെ ത്വലാഖ് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പോൾ അവൾ പറഞ്ഞതെന്താ? കൈഫ യകൂനു തത്ലീഖു നഫ്സി, എങ്ങനെയാണ് ഇപ്പോൾ എന്നെ തന്നെ ഞാൻ ത്വലാഖ് ചൊല്ലുന്നത് എന്നവൾ ചോദിച്ചു. പിന്നീടാണ് അവൾ സുമ്മക്കാലത്ത് ത്വല്ലഖ്തു, പിന്നീടാണ് അവൾ ത്വല്ലഖ്തു എന്ന് പറഞ്ഞാലും ആ ത്വലാഖ് അവിടെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫസ്ല് വന്നല്ലോ അല്ലേ, അതായത് അവൻ ത്വല്ലിഖി നഫ്സകി എന്ന് പറയുന്നതിൻ്റെയും അവൾ ത്വല്ലഖ്തു എന്ന് പറയുന്നതിൻ്റെയും ഇടയിൽ കൈഫ യകൂന തത്ലീഖു നഫ്സി എന്നുള്ളൊരു ഫാസിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ പരിഗണിക്കുന്നത് ലി അന്നഹു ഫസ്ലുൻ യസീറുൻ, അതൊരു യസീറായിട്ടുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഫസ്ലായതിനാൽ തന്നെ ഇവിടെ ത്വലാഖ് സംഭവിക്കുന്നതാണ്. അതിനെ നമ്മളൊരു ഫാസിലായിട്ട് എണ്ണുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇങ്ങനെ ഫയുഷ്തറത്തു തത്ലീഖുഹാ ഫൗറൻ, ഇങ്ങനെ തംലീഖ് നടത്തുകയാണ് എങ്കിൽ അവൾ പെട്ടെന്ന് തന്നെ ത്വലാഖ് ചൊല്ലണം. അതിൻ്റെ ലഫ്ളാണ് അടുത്തത് പറയുന്നത് ബി ത്വല്ലഖ്തു എന്നുള്ള പദം കൊണ്ട്. ഓക്കെ, അത് ത്വല്ലഖ്തു എന്നതിനോടൊപ്പം നഫ്സി എന്ന് ചേർത്തിട്ട് ഔ ത്വല്ലഖ്തു ഫഖത്ത്, അല്ലെങ്കിൽ ത്വല്ലഖ്തു എന്ന് മാത്രം പറഞ്ഞാലും ശരി, അവിടെ ത്വലാഖ് സംഭവിക്കുന്നതാണ്. ലാ ബി ഖബിൽതു, ആ സ്ത്രീയെ തഫ്വീൽ നടത്തുന്ന അവസരത്തിൽ അവൾ ഖബിൽതു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവിടെ ത്വലാഖ് സംഭവിക്കുന്നില്ല, മറിച്ച് അവൾ ത്വലാഖിൻ്റെ സീഗ തന്നെ പറയേണ്ടതാണ്, അല്ലെങ്കിൽ കിനായത്തായിട്ടുള്ള പദമെങ്കിലും പറയേണ്ടതാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും അടുത്തത്
നമ്മൾ മത്ത എന്നുള്ള ഒരു ഹർഫിനെ കുറിച്ച് മുമ്പ് തഅലീഖ് നടത്തുന്ന അവസരത്തിൽ സൂചിപ്പിച്ചിരുന്നു അല്ലേ. മത്ത എന്ന് പറഞ്ഞാൽ അത് പിന്നീടുണ്ടാകുന്ന ഏത് കാലത്തിലേക്കുമുള്ള ഒരു സൂചനയാണ് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഏതായാലും മത്താ ഷിഇതി എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ തഫ്വീൽ നടത്തുന്നത് എങ്കിൽ അതിലുള്ള ഒരു ചെറിയ ചർച്ചയാണ് അടുത്തത് വരുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. വഖാല ബഅ്ളുഹും, ചില ഫിഖ്ഹി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ചിലർ എന്ന് പറഞ്ഞാൽ മുഖ്തസരി റൗളത്തി, ഓക്കെ, റൗള എന്നുള്ള ബഹുമാനപ്പെട്ട നവവി ഇമാമിൻ്റെ കിതാബിന് മുഖ്തസറുകൾ എഴുതിയിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഏതായാലും അത്തരം പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഓക്കെ എന്താണ്, ലാ യുഷ്തറത്തുൽ ഫൗറു, ഫൗറ് നിർബന്ധമില്ല, ഷർത്ത് ഇല്ല എന്നതാണ്. ഫി മതാ ഷിഇതി, മതാ ഷിഇതി എന്നുള്ള ഒരു പദപ്രയോഗമാണ് ഭർത്താവ് ഉപയോഗിച്ചത് എങ്കിൽ അവിടെ ഫൗരിയത്ത് നിർബന്ധമില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫതത്ലഖു അല്ലെങ്കിൽ ഫതുതല്ലിഖു മതാശാഅത്, അപ്പോൾ എപ്പോഴാണ് അവൾ ഉദ്ദേശിക്കുന്നത് അപ്പോഴെല്ലാം അവൾക്ക് ത്വലാഖ് ചൊല്ലാവുന്നതാണ്, ത്വലാഖ് അവിടെ സംഭവിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, എന്ന് മാത്രമല്ല വബിഹി ജസമ സാഹിബത്ത് തംബീഹി വൽ കിഫായത്തി, തംബീഹിൻ്റെയും കിഫായത്തിൻ്റെയും മുസന്നിഫുമാർ ഈ ഒരു കാര്യം കൊണ്ടാണ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് തംബീഹിൻ്റെ മുസന്നിഫ് അബു ഇസ്ഹാഖു ഷിറാസി റഹ്മഹുല്ല, കിഫായയുടെ മുസന്നിഫ് ഇബ്നു ദിഫ്ആ തങ്ങൾ. ഏതായാലും ഈ രണ്ട് പണ്ഡിതന്മാരും പറയുന്നത് എന്ത് തന്നെയാണ്, മതാ ഷിഇതി എന്നുള്ള മത എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടാണ് ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ത്വലാഖിന് തഫ്വീൽ നടത്തുന്നത് എങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കുന്നത് എങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവൾക്ക് അവളെ തന്നെ ത്വലാഖ് ചൊല്ലാവുന്നതാണ്, അവിടെ ഫൗരിയത്ത് നിർബന്ധമില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ ലാകിന്നൽ മുഅ്തമദ കമാ ഖാല ശൈഖുന, എന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞത് പ്രകാരം മുഅ്തമദായിട്ടുള്ള അഭിപ്രായം എന്താണ്, ഇന്നഹു ഇഷ്തറത്തുൽ ഫൗരിയത്തു, ഇവിടെ ഫൗരിയത്ത് നിർബന്ധമാണ്, നിബന്ധനയാണ്, പെട്ടെന്നു തന്നെ ചൊല്ലിയാലേ എന്താവുകയുള്ളൂ, അവിടുത്തെ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ എന്നാണ്. വ ഇൻ അതാ ബിനഹ്വി മത, മത പോലോത്ത മുസ്തഖ്ബിലായിട്ടുള്ള ഏത് കാലത്തെയും ഉൾക്കൊള്ളിക്കുന്ന പദമാണ് തഫ്വീലിൻ്റെ അവസരത്തിൽ ഒരു ഭർത്താവ് ഉപയോഗിച്ചത് എങ്കിലും അവിടെ ഫൗരിയത്ത് ഷർത്താണ്, പെട്ടെന്ന് തന്നെ ത്വലാഖ് ചൊല്ലിയാലേ അവിടെ ത്വലാഖ് സംഭവിക്കുകയുള്ളൂവെന്നാണ് മുഅ്തമദായിട്ടുള്ള അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ തഫ്വീൽ എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും തഅലീഖ് നടക്കുകയില്ല എന്നുള്ളതാണ് പ്രബലമായിട്ടുള്ള വീക്ഷണം. ഓക്കെ, ഒരാൾ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിലൊരിക്കലും തഅലീഖ് നടക്കുകയില്ല, അതായത് എപ്പോഴെങ്കിലും ചൊല്ലിയാൽ മതിയാവുകയില്ല, അത് തംലീഖ് തന്നെ ആവുകയുള്ളൂ എന്നതാണ് പ്രബല വീക്ഷണം. അപ്പോൾ അത് പ്രകാരം മത്ത എന്നുള്ള പദം കൊണ്ടാണ് അങ്ങനെ തഫ്വീൽ നടത്തിയത്, എന്നാലും അതിൽ ഫൗരിയത്ത് നിർബന്ധമാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇങ്ങനെ തംലീഖ് നടത്തുകയാണ് എങ്കിൽ വയജൂസു ലഹു റുജൂഉൻ ഖബ്ല തത്ലീഖിഹാ, ഇങ്ങനെ തഫ്വീൽ നടത്തി അവൾ ത്വലാഖ് ചൊല്ലുന്നതിന് മുമ്പ് വേണമെങ്കിൽ, വേണ്ട നീ ത്വലാഖ് ചൊല്ലണ്ട, അതിന് നിനക്ക് തന്നിട്ടുള്ള അവകാശം ഞാൻ തിരിച്ചു വാങ്ങുന്നുവെന്ന് ഭർത്താവിന് പറയാവുന്നതാണ്. വയജൂസുലഹു, ഭർത്താവിന് ജായിസാണ്, റുജൂഉൻ അവൻ നൽകിയിട്ടുള്ള തഫ്വീലിൽ മടങ്ങാവുന്നതാണ്, ഖബ്ല തത്ലീഖിഹാ അവൾ ത്വലാഖ് ചൊല്ലുന്നതിന് മുമ്പ്. ഓക്കെ, അവൾ ത്വലാഖ് ചൊല്ലിയതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് മുമ്പ് അതിൽ നിന്ന് മടങ്ങാവുന്നതാണ്. കസായിരിൽ ഉഖൂദി, ബാക്കിയുള്ള ഏത് അഖദിനെയും പോലെ. അപ്പോൾ ഏതൊരു അഖദാണെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്, അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതിന് മുമ്പ്. ഇപ്പോൾ ഒരു വിൽപ്പന വാങ്ങലാണ് എങ്കിൽ അവൻ ആ മുഷ്തരി ആ സാധനം ഖബൂൽ നടത്തുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് റുജൂ നടത്താവുന്നതാണ് എന്നുള്ളതുപോലെ തന്നെ തഫ്വീൽ നടത്തി ആ ഭാര്യ ത്വലാഖ് ചൊല്ലുന്നതിന് മുമ്പ് ഈ ഭർത്താവിന് അതിൽ നിന്നും വിരമിക്കാവുന്നതാണ്, റുജൂ നടത്താവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇനി അടുത്തത് പറയുന്നത് തഅലീഖ് ത്വലാഖിനെ കുറിച്ച് തന്നെയുള്ള ഒരു ഫായിദയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഫായിദത്തുൻ ഫി ബയാനി ജവാസി തഅലീഖ് ത്വലാഖി, ത്വലാഖിന് തഅലീഖ് നടത്തൽ ജായിസാണ് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഫായിദയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ തൗക്കീൽ പഠിച്ചു, തംലീഖ് പഠിച്ചു, ഇനി അടുത്തത് തഅലീഖിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, യജൂസു തഅലീഖു ത്വലാഖി കൽ ഇഅ്തിഖി, ഇഅ്തിഖിനെ പോലെ തന്നെ ത്വലാഖിനെയും തഅലീഖ് നടത്തൽ ജായിസാണ്. അതായത് അടുത്ത റമളാൻ വന്നാൽ നീ ഇഅ്തിഖായി എന്ന് ഒരു യജമാനൻ അടിമയോട് പറയുന്നത് പോലെ തന്നെ അടുത്ത റമളാൻ വന്നാൽ നിൻ്റെ ത്വലാഖ് സംഭവിച്ചുവെന്ന് പറയാവുന്നതാണ്. ബിഷുറൂത്തി, എന്നാൽ അതിന് പാലിക്കേണ്ട ചില ഷർത്തുകളുണ്ട്, അതോടുകൂടെ മാത്രമേ ആ തഅലീഖ് ജായിസാവുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി ഒരാൾ തഅലീഖ് നടത്തുകയാണ് എങ്കിലോ വലാ യജൂസു റുജൂഉ ഫീഹി ഖബല വുജൂദി സിഫത്തി, ആ സിഫത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് അതിൽ നിന്നും മടങ്ങൽ ജായിസല്ല. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ റമളാൻ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ തഅലീഖിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. തഅലീഖാണ് എങ്കിൽ അതിൽ ഫൗരിയത്ത് നിർബന്ധം
നിർബന്ധമില്ല, അതുകൊണ്ട് തന്നെ റുജൂഉം ചെയ്യാൻ സാധ്യമല്ല. വലാ യഖഉ ഖബല വുജൂദി ഷർത്തി എന്നുള്ളതുപോലെ ആ ഷർത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ആ ത്വലാഖ് സംഭവിക്കുകയുമില്ല. അതായത് റമളാൻ എത്തിയാൽ മാത്രമേ പിന്നീട് ആ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ തഅലീഖ് നടത്തുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? സ്വാഭാവികമായിട്ടും ആ ഒരു വസ്തുവിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അതായത് ഒരാൾ തൻ്റെ ഭാര്യയോട് നീ ഇനി എങ്ങോട്ട് പോയാൽ, നീ ഇനി സിനിമയ്ക്ക് പോയാൽ നിൻ്റെ ത്വലാഖും പോയിരിക്കുന്നുവെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം എന്താണ്? അവളിനി സിനിമയ്ക്ക് പോകരുത് എന്നായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയോട് എന്ത് പറയാണ്? ഞാൻ ഇനി കള്ള് കുടിക്കൂല, ഇനി അഥവാ ഞാൻ കള്ള് കുടിക്കുകയാണെങ്കിൽ നിൻ്റെ ത്വലാഖ് പോയി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? താനിനി ആ കള്ള് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഏതായാലും ഒരാൾ അങ്ങനെ തഅലീഖ് നടത്തി. ഒന്ന് ശ്രദ്ധിക്കുക, വലു അല്ലഖഹു ബിഫിഅലിഹി ഷൈഅൻ. ഇനി ഒരാൾ ആ ത്വലാഖിനെ അവൻ തന്നെ ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് തഅലീഖ് നടത്തി. അതായത് ഞാൻ ഇനി കള്ള് കുടിച്ചാൽ നിൻ്റെ ത്വലാഖ് സംഭവിച്ചു എന്ന് പറയാണ്. എന്നാൽ ഫഅലഹു നാസിയൻ ലിതഅലീഖ്, എന്നാൽ അങ്ങനെ തഅലീഖ് നടത്തിയിട്ടുണ്ടല്ലോ എന്ന് മറന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? കള്ള് കുടിച്ചു എന്ന് കരുതുക. ഔ ജാഹിലൻ ബി അന്നഹുൽ മുഅല്ലഖു അലൈഹി, അല്ലെങ്കിൽ ഇവന് ത്വലാഖ് തഅലീഖ് നടത്തിയിട്ടുണ്ട് എന്നറിയാം, പക്ഷേ കള്ളുകുടിയുമായിട്ടാണ് അതിനെ ഞാൻ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അയാൾ മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അയാൾക്ക് അറിയൂല. ഏതായാലും ഇങ്ങനെ അയാൾ കള്ളു കുടിച്ചാൽ ലം തത്വലഖ്, അവളവിടെ ത്വലാഖായി പോകുന്നില്ല. കാരണം ഇവൻ അത് അറിയാതെയാണ്, അത് മുഅല്ലഖായിട്ടുണ്ട് എന്ന് അറിയാതെയാണ് ആ പ്രവർത്തനം ഇവൻ ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലു അല്ലഖ ത്വലാഖ അലാ ളർബി സൗജതിഹി ബിഗൈരി ദംബിൻ. വലു അല്ലഖ ത്വലാഖ, ഇനി ഒരാൾ ത്വലാഖിനെ ബന്ധിപ്പിച്ച് പറയുന്നത് അലാ ളർബി സൗജതിഹി, തൻ്റെ ഭാര്യയെ അടിക്കുന്നതിൻ്റെ മേലാണ്, ബിഗൈരി ദംബിൻ, ഒരു ദമ്പും കൂടാതെ. എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവുമില്ലാതെ ഞാൻ എൻ്റെ ഭാര്യയെ അടിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുള്ളത്? അവളെ അതോടുകൂടെ ത്വലാഖായി എന്ന് ഒരാൾ ത്വലാഖിനെ ലർബ് സൗജത്തിഹിയുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഫശതമതുഹു, അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ബന്ധപ്പെടുത്തിയതിന് ശേഷം ഭാര്യ ഭർത്താവിനെ ചീത്ത പറഞ്ഞു, ശത്മ പറഞ്ഞു, ഫളറബഹ, അപ്പോൾ ഇവൻ അവളെ അടിക്കുകയും ചെയ്താൽ, അതായത് ഒരു കാരണവുമില്ലാതെ അടിച്ചാലാണ് ത്വലാഖ് പോകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്ത് നടത്തിയിട്ടുണ്ട്? അവൾ ശത്മ നടത്തിയിട്ടുണ്ട്, അത് കാരണത്താലാണ് അടിച്ചത് എന്നതുകൊണ്ട് തന്നെ ലം യഹ്നസ്, അവനവിടെ ലംഘിച്ചിട്ടില്ല എന്നർത്ഥം. അവൻ പറഞ്ഞ കാര്യത്തെ അവൻ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അവിടെ ത്വലാഖ് പോകുന്നില്ല എന്നതാണ്. കാരണം ദമ്പ് ഇല്ലാതെ അടിച്ചാലാണ് ത്വലാഖ് സംഭവിക്കുമെന്ന് പറഞ്ഞത്. ഇവിടെ ദമ്പ് ഉണ്ടായിട്ടാണ് ഇവൻ അടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ ത്വലാഖ് പോകുന്നില്ല. ഇൻ സബത ദാലിക, അവൾ അവനെ ശത്മ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ, അപ്പോൾ അത് സ്ഥിരപ്പെടുകയാണ് എങ്കിൽ പിന്നീട് അവിടെ ത്വലാഖ് സംഭവിക്കുന്നില്ല. വ ഇല്ല, ഇനി അങ്ങനെയല്ല, ഇവനത് സ്ഥിരപ്പെടുത്താൻ കഴിയുന്നില്ല, ഭർത്താവ് തന്നെ ശത്മ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ സുദ്യഖത്ത്, അപ്പോൾ അവൾ പറയുന്നതാണ് സത്യമാക്കപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ അവൾ എന്ത് പറയാണ്? ഒരു കാരണവുമില്ലാതെയാണ് ഇവൻ എന്നെ അടിച്ചിട്ടുള്ളത്. ഫതഹ്ലിഫു, അപ്പോൾ അവളെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതുമാണ്. അപ്പോൾ വല്ലാഹി, ഒരു കാരണവുമില്ലാതെയാണ് ഭർത്താവ് എന്നെ അടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ, ത്വലാഖ് വേണം എന്ന് അവൾ ആണയിട്ട് പറയുകയാണെങ്കിൽ അതിനെയാണ് പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇനി അടുത്തത് പറയുന്നത് ഇസ്തിസ്നാഇനെ കുറിച്ചുള്ള ഹുക്മാണ്. ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഇല്ല എന്നുപയോഗിച്ചത് കൊണ്ടുള്ള, അതായത് ഞാൻ ഇന്നെ 3 ത്വലാഖും ചൊല്ലി 2 എണ്ണമല്ലാതെ അല്ലെങ്കിൽ 1 അല്ലാതെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഇസ്തിസ്നാ അവിടെ സംഭവിക്കുമെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മുഹിമ്മത്തുൻ ഫി ബയാനി ഹുക്മിൽ ഇസ്തിസ്നാഇ, ഇസ്തിസ്നാഇൻ്റെ നിയമം പറയുന്ന അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനെക്കുറിച്ചുള്ള മുഹിമ്മത്താണ്. യജൂസുൽ ഇസ്തിസ്നാഉ, ത്വലാഖിൻ്റെ വിഷയത്തിൽ ഇസ്തിസ്നാ നടത്തൽ ജായിസാണ്. ബിനഹ്വി ഇല്ല എന്ന പോലത്തെ പദങ്ങളെ കൊണ്ട്, ഇല്ല എന്നുള്ളത് പോലെയാണ് ഗൈർ എന്നുള്ളത്, മാഖല, മാഅദ എന്നൊക്കെയുള്ള സിയഗകൾ നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഇല്ല പോലത്തെ പദങ്ങളെ കൊണ്ട് ത്വലാഖിൽ ഇസ്തിസ്നാ ജായിസാണ്. അതിൻ്റെ ഒരു ഷർത്ത് കൂടിയുണ്ട്, ബി ഷർത്തി അൻ യുസ്മിഅ നഫ്സഹു, സ്വന്തം നഫ്സിനെ കേൾപ്പിക്കുമാറാണ് അവൻ ആ ഇല്ല എന്നുള്ള പദവും കൂടെ പറയേണ്ടത്. ഓക്കെ, എന്നതല്ലാതെ ഇവൻ ത്വല്ലഖ്തുകി സലാസൻ എന്ന് പറഞ്ഞു, പിന്നീട് ഇവന് ഇല്ലാ വാഹിദത്തൻ എന്നോ ഇല്ലാ ഇസ്നതൈനി എന്നോ
മനസ്സിൽ കരുതിയിട്ട് കാര്യമില്ല, മറിച്ചത് പറയുക തന്നെ വേണം. പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഹുക്മിനെ നമ്മൾ നടപ്പിലാക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? സ്വന്തം നെഫ്സിന് കേൾപ്പിക്കുമാറെങ്കിലും അവൻ ആ കാര്യം പറയണം, ഇല്ലാ സിന്തൈനി എന്ന് പറയണം. വഅൻ യത്തസില ബിൽ അദദിൽ മൽഫൂള് എന്നുള്ളതുപോലെ ആ ഇസ്തിസ്നാ ഉച്ചരിക്കപ്പെട്ട അദദിനോട് ചേർന്ന് വരികയും വേണം. ഓക്കെ, അപ്പോൾ ത്വല്ലഖ്തുകി സലാസൻ ഇല്ലസ്നതൈനി, ആ സലാസൻ എന്നുള്ള അദദിനോട് ചേർന്നിട്ടാണ് ഇല്ലസ്നതൈനി എന്നുള്ള ഇസ്തിസ്നാ വരേണ്ടത് എന്നർത്ഥം. ത്വല്ലഖ്തുകി സലാസൻ ഇല്ലസ്നതൈനി ഫയഖഉ ത്വൽഖത്തുൻ. അപ്പോൾ അവിടെ ഒരു ത്വലാഖാണ് സംഭവിക്കുന്നത്. കാരണം 2 എണ്ണമല്ലാത്ത 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാവുകയുള്ളല്ലോ. ഔ ഇല്ലാ വാഹിദത്തൻ, ത്വല്ലഖ്തുകി സലാസൻ ഇല്ലാ വാഹിദത്തൻ എന്ന് പറയുന്നത് പോലെ ഫത്വൽഖത്താനി, അപ്പോൾ അവിടെ 2 ത്വലാഖാണ് സംഭവിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി ഒരാൾ പറയുന്നത് വലൗ ഖാല അൻതി ത്വാലിഖുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ നീ ത്വാലിഖാണ് എന്ന് പറഞ്ഞാൽ ലം തത്വലഖ, അവൾ അവിടെ ത്വലാഖാവുകയില്ല എന്നതാണ് നമ്മൾ പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഒരാൾ മുക്റഹ് ആണ് എങ്കിൽ, ഒരാൾ നിർബന്ധിക്കപ്പെട്ടതാണ് എങ്കിൽ അവൻ്റെ ത്വലാഖ് സംഭവിക്കുന്നതല്ല എന്നുള്ളതുപോലെ ഇഗ്മാ ആണ് എങ്കിൽ, ബോധക്ഷയമാണെങ്കിൽ അവൻ്റെ ബോധക്ഷയം മൂലമാണ് അവൻ ത്വലാഖ് ചൊല്ലിയത് എങ്കിൽ അവിടെയൊന്നും ത്വലാഖ് സംഭവിക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. വസുദ്ദിഖ മുദ്ദഇ ഇക്റാഹിൻ അലാ ത്വലാഖിൻ, ത്വലാഖിൻ്റെ മേൽ ഇക്റാഹ് ചെയ്യപ്പെട്ടതാണ് എന്ന് വാദിക്കുന്ന ആൾ സത്യമാക്കപ്പെടണം. ബിയമീനിഹി എന്ന് പിന്നെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അവൻ സത്യമാക്കപ്പെടണം. അതായത് സെയ്ദ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി ത്വല്ലഖ്തു സൗജത്തി എന്ന് പറഞ്ഞു, പക്ഷേ അവൻ പിന്നീട് പറയുകയാണെന്ത്, എന്നെ മറ്റൊരാൾ നിർബന്ധിച്ചത് മൂലമാണ് ഞാൻ ആ ത്വലാഖ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എൻ്റെ ത്വലാഖ് അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ആ സെയ്ദ് പറയുകയാണെങ്കിൽ അവനെ സത്യം ചെയ്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, ഔ ഇഗ്മാഇൻ ഹാലതഹു, അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലിയ അവസരത്തിൽ ബോധക്ഷയം ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന ആളും സത്യമാക്കപ്പെടണം. ഔ സബഖ് ലിസാനി ഇലാ ലഫ്ളി ത്വലാഖി, അല്ലെങ്കിൽ ഞാൻ അവളെ ഒന്ന് വിളിച്ചതാണ്, അവളുടെ പേര് ത്വാലിബ് എന്നാണ് എങ്കിൽ അന്തി ത്വാലിബുൻ എന്ന് പറഞ്ഞിടത്ത് നാവ് സബഖുൽ ലിസാൻ നടന്നിക്കൊണ്ട്, അതായത് നാവ് അറിയാതെ ത്വാലിഖുൻ എന്ന കാഫിലേക്ക് ആയിപ്പോയതാണ് എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ വാദിക്കുകയാണ് എങ്കിൽ അവിടെയും അവൻ സത്യമാക്കപ്പെടണം. ബിയമീനിഹി, അവൻ്റെ സത്യം ചെയ്യിക്കലോടുകൂടെ. അപ്പോൾ വല്ലാഹി ഞാൻ മുക്റഹായിരുന്നു, ഞാൻ മുഅ്മൻ അലൈഹി ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സബഖൽ ലിസാന് ബാധിച്ചതാണ് എന്നവൻ പറയണം. അത് തന്നെ ഏതവസരത്തിലാണ്? ഇൻ കാന സമ്മ ഖരീനത്തുൻ, അവിടെ അവൻ പറയുന്നതിന് എന്തെങ്കിലും സാഹചര്യ തെളിവ് ഉണ്ട് എങ്കിൽ, അതായത് അവൻ മുക്റഹായതിന് അവിടെ ഒരു സാഹചര്യമുണ്ട്, അപ്പോൾ അവൻ മുക്റഹാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവന് ബോധക്ഷയമുണ്ടാകാൻ സബഖ് ലിസാൻ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് എങ്കിൽ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചുകൊണ്ട് അവൻ പറയുന്നത് നമുക്ക് സത്യമാക്കാവുന്നതാണ്, അവൻ്റെ ത്വലാഖ് അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് വെക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അത്തരത്തിലുള്ള അല്പം ഖരീനത്തുകളാണ് പറയുന്നത്. കഹബിസിൻ വഗൈരിഹി ഫി ദഅവ കൗനിഹി മുക്റഹൻ, ഹബസ് അല്ലെങ്കിൽ അത് പോലത്തെ കാര്യങ്ങൾ, അതായത് അവനെ മറ്റൊരാൾ തടവിലിട്ടിരുന്നു, അല്ലെങ്കിൽ അവന് നന്നായിട്ട് അടി കൊണ്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അവസരത്തിലൊക്കെ ഇവന് മുക്റഹാവാനുള്ള സാധ്യതയുണ്ട്. ഫി ദഅവ കൗനിഹി മുക്റഹൻ, മുക്റഹായിട്ടാണ് അവൻ വാദിക്കുന്നത് എങ്കിൽ ഇവിടുത്തെ ഖരീനത്താണ് ഹബസ് അല്ലെങ്കിൽ അത് പോലത്തെ കാര്യങ്ങൾ. വക മറളിൻ വഅ്തിയാദി സർഅൻ ഫി ദഅവ കൗനിഹി മഗ്ഷിയൻ അലൈഹി, എനിക്ക് ബോധക്ഷയമുണ്ടായിരുന്നുവെന്നാണ് അവൻ വാദിക്കുന്നത് എങ്കിൽ അവിടുത്തെ ഖരീനത്ത് എന്താണ്? അവന് വല്ലാത്ത രോഗിയായിരുന്നു, അല്ലെങ്കിൽ ഇഅ്തിയാദി സർഅൻ നന്നായിട്ട് പതിവായിട്ട് തല കറങ്ങുന്ന ഒരു രോഗം അവനുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മുഅ്മൻ അലൈഹിയാണ് എന്നതിൻ്റെ ഖരീനത്താണ്. വക കൗനിസ്മിഹ താലിഅൻ ഔ താലിബൻ, ഓക്കെ, അല്ലെങ്കിൽ അവളുടെ പേരെന്താണ്? തോലിഅ എന്നാണ്, തോലിബൻ എന്നാണ്. ഫി ദഅവ സബഖൽ ലിസാനി, സബഖൽ ലിസാൻ ആയിരുന്നു എന്നുള്ള വാദത്തിൽ. അപ്പോൾ അവളുടെ പേര് തോലിഅ എന്നാണ്. അപ്പോൾ ഞാൻ യാ തോലിഉ എന്ന് വിളിച്ചപ്പോൾ അത് യാ തോലിഖു എന്ന് സബഖൽ ലിസാൻ ആയതാണ്, യാ തോലിബു എന്ന് വിളിച്ചപ്പോഴും അങ്ങനെയായതാണ് എന്ന് പോലത്തെ ഖരീനത്തൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവനെ സത്യം ചെയ്യിച്ചുകൊണ്ട് ആ ത്വലാഖ് അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് വെക്കാവുന്നതാണ് എന്നർത്ഥം. ഇനി വ ഇല്ലാ തകുൻ ഹുനാക ഖരീനത്തുൻ, ഇനി അവിടെ ഒരു തരത്തിലുള്ള ഖരീനത്തും ഇല്ലെങ്കിലോ ഫലാ യുസദ്ദഖു, അപ്പോൾ അവൻ സത്യമാക്കപ്പെടുന്നതല്ല. അതായത് ഒരു കാരണവും അവിടെ കാണാൻ സാധ്യമല്ല, മറിച്ച് അവൻ വെറുതെ മുക്റഹായിരുന്നു, മഗ്ഷിയൻ അലൈഹി ആയിരുന്നു, സബഖുൽ ലിസാൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് അവൻ സത്യമാക്കപ്പെടുകയില്ല. അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചാൽ മാത്രം പോരാ, ഇല്ലാ ബിബയ്യിനത്തിൻ, ഒരു ബയ്യിനത്ത് കൂടി, ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു ബയ്യിനത്ത് കൂടി, 2 പേരെ സാക്ഷികളോ
ഇഖ്റാറോ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ അവിടുത്തെ എന്ത് റെഡിയാവുകയുള്ളൂ, അവനെ നമ്മൾ സത്യമാക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇനി അടുത്തത് ഒരു തത്തിമ്മത്താണ്, ഒരു ചെറിയ മസ്അലയാണ്. ഒരാൾ തൻ്റെ ഭാര്യയെ യാ കാഫിറത്തു എന്ന് വിളിക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ചിലപ്പോൾ തെറിയായിട്ടൊക്കെ യാ കാഫിറോ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ തെറി എന്നാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നതല്ല, ത്വലാഖ് സംഭവിക്കുന്നതല്ല, കുഫ്രിൻ്റെ നിയമങ്ങൾ ഉണ്ടാകുന്നതല്ല. മറിച്ച് യാ കാഫിറത്തു എന്ന് ഒരാൾ തൻ്റെ ഭാര്യയെ വിളിക്കുന്നത് ഓ കാഫിറത്തെ എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണെങ്കിൽ, അവൾ അമുസ്ലിമാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണെങ്കിൽ പിന്നീട് അതിൻ്റേതായിട്ടുള്ള ഹുക്കുമുകൾ അവിടെ സംഭവിക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. തത്തിമ്മത്തുൻ മൻ ഖാല ലി സൗജതിഹി യാ കാഫിറത്തു, ഒരാൾ തൻ്റെ ഭാര്യയോട് യാ കാഫിറത്തു എന്ന് പറയുകയാണെങ്കിൽ മുരീദൻ ഹഖീഖത്തൽ കുഫ്രി, അവനവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, കുഫ്രിൻ്റെ ഹഖീഖത്തിനെയാണ് എന്ന് പറഞ്ഞാൽ അവൾ കാഫിറത്താണ് എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ജറാ ഫിഹാ മാ തഖററ ഫിൽ റിദ്ദത്തി, റിദ്ദത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവളിലും സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വിശ്വാസപ്രകാരം അവൾ അമുസ്ലിമാണ്. അങ്ങനെ അമുസ്ലിമാണ് എങ്കിൽ അവിടെ അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നാണ് പിന്നെ നമ്മൾ വെക്കുന്നത്. പിന്നീട് അവൾ ഇദ്ദയുടെ കാലാവധിയിൽ, ഇദ്ദക്കുള്ള സമയത്ത് അവൾ മുസ്ലിം ആവുകയാണ് എങ്കിൽ ഈ ബന്ധം പിന്നെയും തുടരും, ഇല്ല എങ്കിൽ തുടരുകയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഹുക്മ്. ഏതായാലും യാ കാഫിറത്തു എന്ന് വിളിക്കുന്നത് അവൾ കാഫിറായിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എങ്കിൽ അവിടെ റിദ്ദത്തിൽ ഉണ്ടായിട്ടുള്ള അവൾ മുർത്തദായി പോവുകയാണെങ്കിൽ എന്താണ് ഹുക്മ്, അത് തന്നെയാണ് നമ്മളവിടെ വെക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി യാ കാഫിറത്തു എന്ന് വിളിക്കുന്നത് കൊണ്ട് മുരീദൻ ഹഖീഖത്തൽ കുഫ്രി അല്ല, മറിച്ച് മുരീദൻ അഷ്തമ, അവൻ ഉദ്ദേശിക്കുന്നത് ചീത്ത പറയാനാണ്. അതായത് നമ്മൾ തെറിക്കുള്ള കാഫിറു എന്നുള്ള വിളിയാണ് അവൻ വിളിച്ചത് എങ്കിൽ ഫലാ ത്വലാഖ, അപ്പോൾ അവിടെ ത്വലാഖ് സംഭവിക്കുന്നതല്ല എന്നുള്ളത് പോലെ തന്നെയാണ് വകദ, ഇങ്ങനെ തന്നെ ത്വലാഖ് സംഭവിക്കുന്നതല്ല ഇല്ലം യുരിദ് ഷൈഅൻ, അവൻ കുഫ്ർ എന്നോ ഷത്മ എന്നോ വിചാരിച്ചിട്ടില്ല എങ്കിലും അവിടെ ത്വലാഖ് സംഭവിക്കുന്നതല്ല. അതിൻ്റെ കാരണം എന്താ, ലി അസ്ലി ബഖാഇൽ ഇസ്മത്തി, ഇസ്മത്ത് അവിടെ ശേഷിക്കുന്നുണ്ട് എന്നതാണല്ലോ അവിടുത്തെ അസ്ല്. അതായത് ഒരു ഭാര്യയും ഭർത്താവും അവർ ദാമ്പത്യ ജീവിതത്തിൽ അകപ്പെട്ടാൽ പിന്നീട് അവർ തമ്മിലൊരു ഇസ്മത്തുണ്ട്, ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അതാണ് ഇവിടുത്തെ അസ്ലായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യാ കാഫിറു എന്ന് യാതൊരു ഉദ്ദേശവുമില്ലാതെ വിളിച്ചാലും ഇവിടെ ത്വലാഖ് സംഭവിക്കുന്നതല്ല എന്ന് മാത്രമല്ല വജറയാനി ദാലിക്കൽ ഇശ്തിമി കസീറൻ, കാഫിറു എന്നുള്ള പദപ്രയോഗം സാധാരണഗതിയിൽ തെറിക്ക് നന്നായിട്ട് ഉപയോഗിക്കാറുമുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് യാ കാഫിറു എന്ന് യാതൊരു നിയ്യത്തുമില്ലാതെ വിളിച്ചാലും അത് തെറി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. മുറാദൻ ബിഹി, അങ്ങനെ നമ്മൾ ഷത്മിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് യാ കാഫിറു എന്ന് വിളിക്കുന്നത്, മുറാദൻ ബിഹി ആ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതായ അവസ്ഥയിൽ കുഫ്റൻ നിഅമത്തി, ഞാൻ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെയെല്ലാം നീ അനുസരണക്കേട് കാണിക്കുന്നുവല്ലോ. കുഫ്ർ എന്ന് പറഞ്ഞാൽ ശുക്ർ ഇല്ലായ്മ, നന്ദികേട് കാണിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ നീ അതിനൊക്കെ നന്ദികേട് കാണിക്കുന്നുവല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ യാ കാഫിറു എന്ന് വിളിച്ചിട്ട് ഷത്മ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഷത്മാണ് യാ കാഫിറു എന്നതിന് നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു ഉദ്ദേശവുമില്ലാതെ യാ കാഫിറത്തു എന്ന് വിളിച്ചാലും ഇവിടെ ത്വലാഖ് സംഭവിക്കുന്നതല്ല എന്നതാണ് ഹുക്മ എന്നർത്ഥം.